ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി ശബരിമലയിൽ ഭക്തർക്ക് നിയന്ത്രണം ഉണ്ടാകില്ലെന്ന ദേവസ്വം മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കാകുന്നു. 20,000 വീതം തീർത്ഥാടകരെ മാത്രമാണ് ഇന്നും നാളെയും അനുവദിച്ചിരിക്കുന്നത്. ഭക്തർക്ക് ഇനി ദർശനത്തിനായി 21-ാം തീയതി മാത്രമാകും ബുക്ക് ചെയ്യാൻ കഴിയുക. പമ്പയിൽ നിന്ന് MG പ്രതീഷ് തത്സമയം ചേരുന്നു. പ്രതീഷ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ISKN ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരു ദിവസം ശേഷിക്കെയാണ് വീണ്ടും ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ഭക്തർക്ക് ശബരിമലയിൽ ദർശനത്തിന് നിയന്ത്രണം ഉണ്ടായിരിക്കില്ല എന്ന് ദേവസ്വം ബോർഡ് ആവർത്തിക്കുമ്പോഴാണ് വീണ്ടും അത്തരത്തിലൊരു നിയന്ത്രണം വന്നിരിക്കുന്നത്. 19, 20 തീയതികളിൽ 20,000 തീർത്ഥാടകരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 19, 20 തീയതികൾ, അതായത് നാളെയും മറ്റന്നാളും തീർത്ഥാടകർക്ക് ഈ ദേവസ്വം ബോർഡിന്റെ വെർച്വൽ ക്യൂ സ്ലോട്ടുകൾ അനുവദിച്ചിട്ടില്ല. അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി 21-ാം തീയതി മാത്രമാണ് ശബരിമല ദർശനത്തിനായി ഒഴിവുള്ളത്. 21-ാം തീയതി മാത്രം വെർച്വൽ ക്യൂ വഴി ഭക്തർക്ക് ദർശനം നടത്താമെന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ 50,000 തീർത്ഥാടകരെയാണ് ഈ മാസപൂജകൾക്കായി ശബരിമലയിൽ ദർശനത്തിന് അനുവദിച്ചിരുന്നത്. അയ്യപ്പ സംഗമത്തിന് എത്തുന്ന പ്രതിനിധികൾക്ക് ദർശനം നടത്താനാണ് ഇത്തരത്തിലൊരു ക്രമീകരണം ഏർപ്പെടുത്തിയത് എന്നുള്ള ആക്ഷേപം വ്യാപകമായി ഉയരുന്നുണ്ട്. നേരത്തെ 10,000-ആയി നിജപ്പെടുത്തിയിരുന്നു. ഈ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് 10,000 എന്നുള്ളത് 20,000-ആക്കി ഉയർത്തിയത്. പക്ഷേ അപ്പോഴും ഈ കൂടുതൽ തീർത്ഥാടകർക്ക് നാളെയും മറ്റന്നാളും വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാനാകില്ല എന്നുള്ള പരാതി വ്യാപകമാണ്. 19, 20 തീയതികളിലാണ് നിലവിൽ നിയന്ത്രണമുള്ളത്. ഇനി ഒരു ദിവസം മാത്രം, അതായത് 21-ാം തീയതി മാത്രമായിരിക്കും തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് അയ്യപ്പ ദർശനം നടത്താൻ കഴിയൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.